റിസാല ഡീകോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിസാല ലക്കം 1673 പ്രധാനമായും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പശ്ചിമേഷ്യയിലെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, അതുപോലെ തന്നെ നിലവിലെ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വ്യത്യസ്തമായ സമൂഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് അഡ്രസ്സ് ചെയ്തു പോകുന്നത്. നമുക്ക് കുറച്ച് സമയം അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കാം. കേരള രാഷ്ട്രീയം വളരെ ചൂട് പിടിച്ച ഒരു സമയത്താണല്ലോ ഉള്ളത്. മുമ്പത്തെക്കാളേറെ സാങ്കേതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ രാഷ്ട്രീയം ഒരു സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കേരളത്തിലാകുമ്പോൾ അതിന് കുറേ വ്യത്യസ്തതകളുണ്ട്. കേരളത്തിലെ ഓരോ മനുഷ്യനും രാഷ്ട്രീയത്തെ അറിയുന്നവനും രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടുന്ന ആളുകളുണ്ടാകും. അതിനപ്പുറത്ത് എല്ലാവരും രാഷ്ട്രീയ മനുഷ്യരാണെന്ന് കുറേയൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടെ കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തണം എന്നാണ്. മികച്ച സംവാദങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, മികച്ച ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. താല്പര്യപൂർവ്വം സങ്കുചിതമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ വിഭജനത്തിൻ്റെ നരേശനുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ വർഗീയത നമ്മുടെ നാട്ടിൽ വേവെന്ന് ചിലർ വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മത്സരാർത്ഥി അദ്ദേഹം പറയാണ്, ഈ ഗുരുവായൂരിൽ ഹിന്ദു വരണം. എന്തൊരു ബാലിശമായ വർത്തമാനമാണ്. അങ്ങനെയാണെങ്കിൽ റാന്നിയിൽ 25 കൊല്ലം ഹിന്ദു അല്ലല്ലോ ഭരിച്ച്. അതേപോലെ കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ അധിക സമയവും ഉണ്ടായിട്ടുള്ളത് മുസ്ലിം അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ്, ഒരു ഡിവൈഡ് കേരളത്തിൽ നടക്കില്ല. പ്രത്യേകിച്ച് കൂടുതൽ പ്രബുദ്ധരും അതോടൊപ്പം തന്നെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ടുള്ള പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലാത്തവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളോട്, മത്സരാർത്ഥികളോട് കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ സമൂഹത്തെ പരിഗണിക്കണം എന്നാണ് നമുക്ക് പറയാം. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളായാലും അല്ലെ ലോകത്ത് തന്നെ വിവിധ രാജ്യങ്ങൾ ഉൾപ്പെടെ വളരെ കൂടുതൽ പ്രയോറിറ്റിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ കേവലം തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നമ്മളിങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് പലതും അതൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗപ്പെടുത്തലായി മാത്രം മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ സംസാരങ്ങൾ, ചില കുറച്ച് എന്തൊക്കെയോ ഇനിയും കേരള രാഷ്ട്രീയത്തിൽ ചില സ്ഥാനാർത്ഥികളായാലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളായാലൊക്കെ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രബുദ്ധത ചില ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കുന്ന മനുഷ്യർക്ക് രാഷ്ട്രീയത്തോട് ഒരു വിരക്തി തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏത് മുന്നണിയിലായാലും നമ്മൾ ഇത്രയും കാലം ഒരു ആദർശവാദികളായിരുന്നു, ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിരുന്നു വിചാരിച്ച ആളുകൾ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ മത്സരം കണ്ടിട്ട് നമുക്ക് രാഷ്ട്രീയത്തോട് വെറുപ്പും ഈ കക്ഷി രാഷ്ട്രീയത്തോട് പുതിയ തലമുറക്ക് കുറച്ചുകൂടി ന്യൂട്രലായി ചിന്തിക്കുന്ന പുതിയ തലമുറക്ക് വലിയ വിരക്തി ഉണ്ടാവാനുള്ള കാരണമാവും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾ
ഇവരെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഒരു വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകളെ ജനം നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് പ്രധാനമാണല്ലോ. നിലവിൽ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പ്രധാനമായും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായി ജനകീയമായി ഇടപെടുന്ന അല്ലെങ്കിൽ ആ പ്രാദേശികമായി വികസനങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്ന മതേതരത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെയാണല്ലോ തീർച്ചയായും സമൂഹം തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു വികസനം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലുണ്ടാകുന്ന വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കുക, ഇങ്ങനെയൊക്കെ വികസനം സാധ്യമാക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിലുള്ള അകൽച്ച കുറയുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സാമൂഹികമായ വികസനം എന്ന് പറയുന്നത്. അതാണല്ലോ ശരിക്കും നമ്മൾ സാധ്യമാക്കേണ്ട ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. ഓരോ വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം, ഒരു പൗരന് തല ഉയർത്തി ജീവിക്കാൻ പറ്റുന്ന, ടാഗോർ ഹെവൻ ഓഫ് ഫ്രീഡത്തിലൊക്കെ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയുന്നൊരു സാധനമാണ്, തല ഉയർത്തി നിൽക്കാൻ പറ്റണം സമൂഹത്തിൽ, ഒരർത്ഥത്തിലും അവഗണിക്കപ്പെടാൻ പാടില്ല. കേരളം കുറേയൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ വിപ്ലവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവന്ന, മറ്റേത് സംസ്ഥാനത്തിലും ഇല്ലാത്തതുപോലെ അരികുവൽക്കരിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, പലതും എന്തിൻ്റെയൊക്കെയോ പേരിൽ നിഷേധിക്കപ്പെട്ട മനുഷ്യർ, ഇവരുടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു നവോത്ഥാന മൂല്യങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഒരു അർത്ഥത്തിൽ അതിനെ തുടരുന്ന, അതിനെ കൂടുതൽ കുറച്ചുകൂടി യുഗങ്ങളുടെ വേഗത നൽകുന്ന ആലോചനകളാണ് ഇവിടെ സംഭവിക്കേണ്ടത്. തീർച്ചയായും നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ ഒരു നിലവിലെ സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അവർ ആ പ്രശ്നത്തെ തരണം ചെയ്തു അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ ഇവിടെ അവരുടെ ജീവിതാന്തരീക്ഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം, ഇതൊക്കെ ശരിക്കും നമ്മളെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കണ്ടെത്തുക എന്ന് പറയേണ്ടതിൻ്റെ ഒരു അനിവാര്യത വളരെ വലുതാണല്ലോ. ഇപ്പോൾ ഈ റിസാല ഉയർത്തി വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഇഷ്യൂ. അതെ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അടിസ്ഥാനപരമായുള്ള വിഭവങ്ങൾ, അതിൻ്റെ ഉപയോഗം, അതിനെ ഉപജീവിക്കുന്ന മനുഷ്യർ, അവരെ പറ്റിയുള്ള ചിന്തകൾ, അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. കൃഷി എങ്ങനെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ കൃഷി വലിയൊരു എക്കോണമിയുടെ ഒരു ഇൻകം സോഴ്സായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ടെക്നോളജിയുള്ള കൃഷിയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, കുറേയൊക്കെ ഒരു പുരോഗതി വന്നൊരു സമയമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ. ഇപ്പോൾ മന്ത്രി പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 1000 കോടിയുടെ ബിസിനസ് നടക്കുമെന്നാണ്. അപ്പോൾ പുതിയ യുവാക്കളെ അതിലേക്ക് പ്രചോദിപ്പിച്ച് ഇങ്ങനെയുള്ള ഒരു പുരോഗമനാത്മകമായ ആലോചനകൾ സജീവമായി നടക്കേണ്ട ഒരു സമയത്ത് കമ്മ്യൂണൽ ഡിസ്കഷനിലേക്കൊക്കെ പോയി വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറ നേരത്തെ പറഞ്ഞത് വെറുപ്പിലേക്ക് ഇത് പോകാനുള്ള സാധ്യത കൂടുതല. ഇതിൽ നമ്മൾ അവഗണിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള കൂടുതൽ ഉയർന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. ദുരന്തത്തിൻ്റെ ഭാഗമായി അതിന് പുനരധിവാസം നടന്നു. പുനരധിവാസം, നല്ല മികച്ച പുനരധിവാസ പരിപാടികളെക്കുറിച്ച് എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ, അല്ല, അവിടെ തീർച്ചയായിട്ടും ഈ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നോക്കിയല്ലോ അവിടെ എല്ലാവരും സജീവമായി ഒരുമിച്ച് ഒരു മനസ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഇത് വേണമെന്നുള്ളത്. അതുപോലെ നമ്മളെ ചില മനുഷ്യരുണ്ട്, നമ്മൾ ചിലത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അതിനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അതേസമയം നിരന്തരമായി കാലാവസ്ഥ കൊണ്ടും മറ്റുമൊക്കെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ പുനരധിവാസം അനിവാര്യമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി, കടൽ പരിസരത്തുള്ള സമൂഹം, 222 ഗ്രാമങ്ങളിലാണ് കടൽ പരിസരത്ത്, കായൽ പരിസരത്ത് 100 ചില്ലാനും ഗ്രാമങ്ങളിൽ. ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതത്തെ അവർ ഒരു ജീവിതം പണയം വെച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമല്ല മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണതയും അതിൻ്റെ ഒരു ഗൗരവം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ മനുഷ്യരുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കടപ്പുറത്തെ മനുഷ്യരുടെ വീടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ, അവരുടെ സുരക്ഷിതത്വം,
ഇനി പല ഓഗി അടക്കമുള്ള ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറയുന്നത് ഫ്ലാറ്റുകളായിട്ട് 650 സ്ക്വയർ ഫീറ്റിലെ ഇടുങ്ങിയ വീടുകളാണ്. അപ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് നമ്മളെ വിചാരം എന്താണ്? ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചുള്ള ആലോചനയിൽ ലോക എക്കോണമിയിലൊക്കെ വലിയ സംഭാവന നടത്തുന്ന സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതേസമയം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ചെയ്യുന്ന ഈ തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുകയും അതേസമയം ഇതിനെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ, അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകൾ ആഴത്തിൽ ഇതിനെ ചൂഷണം ചെയ്യുകയും അവരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ. ഒരു ഉദാഹരണമാണ്, റിസാല പ്രധാനമായി ചർച്ചക്കെടുക്കുന്ന ഒരു ഉദാഹരണമാണ്. ഈ ഒരു ടീം ഇതുപോലെയുള്ള ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ആലോചനകൾ സജീവമായി, അത്തരം സംവാദങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വരും. ഒരു മണ്ഡലത്തിൽ ഒരു മത്സരിക്കുന്ന ജനപ്രതിനിധി അപ്പുറത്തെ ജനപ്രതിനിധിയെ സംവാദത്തിന് ക്ഷണിക്കുന്നുണ്ട്. നല്ലൊരു മികച്ച ഒരു ഇതായി തോന്നി. അത്തരം സംവാദങ്ങൾ നടക്കട്ടെ, ആശയ സംവാദങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത് തന്നെയാണല്ലോ. ഇപ്പോൾ റിസാലയിലൂടെ നമുക്ക് കാണാൻ കഴിയും. മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനുള്ള മികച്ച ആരോഗ്യകരമായ ഭക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും കഴിയുമോ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് റിസാലയിലൂടെ ഉയർത്തുന്നത്. ഏറ്റവും പ്രസക്തമാണല്ലോ അത്. പ്രത്യേകിച്ച് ഇപ്പോൾ മാലിന്യം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം, ഈ മാലിന്യം ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ആവാസ വ്യവസ്ഥയായ കടലിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെ വളരെ നല്ല രൂപത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ, അവരുടെ ഒരു ജീവിത മാർഗങ്ങളെയൊക്കെ വളരെ ചുരുക്കി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് ഇതിനൊക്കെ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ സുരക്ഷിതമായി എങ്ങനെ മുന്നോട്ട് വെക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഈ പറയുന്ന കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആവാസ വ്യവസ്ഥ, അതായത് അവരുടെ വീടുകൾ മറ്റൊക്കെ പൊളിച്ചു നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവർ പിന്നീട് എവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാവുന്നു, അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ആലോചനകൾ ഉണ്ടാവാറില്ല. അതൊക്കെ മാറി ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ഏരിയകളിൽ ജീവിക്കുന്ന, ജീവിത മാർഗ്ഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യത്യസ്തമായ എല്ലാ സമൂഹത്തെയും ഒരുമിച്ച് നമുക്ക് ഒരേ രൂപത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണല്ലോ പ്രധാനമായും സംഭവിക്കേണ്ടത്. നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഭാഗമായി നമുക്ക് വരെ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളെ ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു, ഇപ്പം നമുക്ക് പറയാം, ഒരു ക്രൂര രാഷ്ട്രം, അതും അതിൻ്റെ ഒരു വാർക്ക് ക്യാബിനറ്റും, നെതന്യാഹു അടക്കമുള്ള ലോകം തന്നെ കണ്ട ക്രൂരരായിട്ടുള്ള ചില ഭരണാധികാരികൾ, അവരുടെ ഗോഡ് ഫാദർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള, ഇപ്പോൾ ട്രംപ് നേതൃത്വം നൽകുന്ന ഒരു സാധനം, ഇവരുടെ ഒരു വികലവും വളരെ ആർത്തിപൂണ്ടതുമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇറാനിലുണ്ടായ ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ലോകം അനുഭവിക്കുന്ന ജീവൽ പ്രതിസന്ധി. കേവലം ഇതിൻ്റെ ഭാഗമാവുന്ന രാജ്യങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഇരകളാവുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പലതും പുറത്തേക്ക് അതിൻ്റെ ഒരു ഭീതിജനകമായ കാര്യങ്ങൾ എത്തുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും നമ്മളിങ്ങനെ അനുഭവിച്ച് തുടങ്ങി എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി നീണ്ടുപോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളെ, ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ വിദേശ സമ്പാദ്യം ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യയെ പോലുള്ള, പ്രത്യേകിച്ച് അതിൽ തന്നെ കൂടുതൽ ആശ്രയിക്കുന്ന കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അത് എത്രത്തോളം വലിയ ഭീതിജനകമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള കാര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഫലസ്തീനിലെ ഈ നരഹത്യ ഇങ്ങനെ ശക്തമായി തുടർന്നു. 70,000-ലേറെ മനുഷ്യരെ കൊന്നൊടുക്കി. അതിൽ കണക്ക് പ്രകാരം കേട്ടോ, ഔദ്യോഗിക കണക്ക് പ്രകാരം 20,000-ലധികം 30,000-ഓളമൊക്കെ കുട്ടികളെ കൊന്നൊടുക്കി. ഇതൊക്കെ നമുക്ക് വെറും ഒരു യുദ്ധം അതിർത്തിക്കപ്പുറത്തെ ഒരു പൂരമാണ് എന്ന ഫീലിൽ ചില സിമ്പതികളും ചില എമ്പതികളും പറ്റുമെങ്കിൽ നമുക്ക് സഹായിക്കാം എന്നൊരു കുറേയൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള ആലോചന. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ ഇറാനിൽ യുദ്ധം സംഭവിച്ചതോടുകൂടെ ഇതിൻ്റെ തുടർച്ച ഹോർമൂസിലെ ഇഷ്യൂ ഇതെല്ലാടെ വന്നതോടുകൂടെ പെട്രോള്, ഗ്യാസ് ഇതിലൊക്കെ സ്പർശിക്കുകയും നമ്മുടെ അടുക്കളയിൽ ഇതെത്തുകയും ചെയ്തു. നമ്മുടെ തൊഴിലിൽ വന്നു. ഞാനിപ്പോൾ ഈയിടെ മാർക്കറ്റിൽ ബീഫ് വാങ്ങാൻ പോകുമ്പോൾ അറുത്തിട്ടില്ല. നമ്മൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്ത് അറുത്തിട്ടില്ല. എന്താ കാരണം? ഡീസലിന് വില കൂടിയോണ്ട് സാധനം കാര്യമായിട്ട് വരുന്നില്ല.
ഇങ്ങനെ ഇത് വലിയ പ്രതിസന്ധിയല്ല നമുക്ക് തോന്നും. പക്ഷേ എല്ലായിടത്തും പച്ചക്കറിയിലേക്ക്, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലകളൊക്കെ കൂടുതലായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം കൂടിയാണ്. പലരും തുറക്കുന്ന എല്ലാ ദിവസവും എന്നുള്ളത് അത് ദിവസം ചുരുക്കി കൊണ്ടുവരാൻ തുടങ്ങി. ചില ആളുകൾ പൂർണ്ണമായിട്ടും ഓപ്പൺ ആക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. വില കൂട്ടേണ്ടി വരുന്നു. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷിക്കുന്നവൻ നമ്മൾപ്പെട്ടവനല്ല എന്നൊക്കെ പഠിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുകയും മറ്റുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്കത്തെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടോ എന്ന് അങ്ങോട്ട് നോക്കി ചെല്ലേണ്ട സാഹചര്യം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഏത് രൂപത്തിലാണ്, ചിലപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ സാഹചര്യം ഇല്ലെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടാവുന്ന അധിക ചിലവുകൾ അവരുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. ശരിക്കും നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയല്ലോ. വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ വളരെ കുറയുകയും മറ്റു ജോലികളിലൊക്കെ ബിസി ആയതുകൊണ്ട് മറ്റു രീതികളിൽ പല രീതി ഉണ്ടാവും. അത് വലിയ ലക്ഷറി ആയിട്ട് ഹോട്ടലിൽ കഴിക്കുന്ന മാത്രമല്ല, ഈ ക്യാൻറ്റീൻ സിസ്റ്റങ്ങൾ, അതുപോലെ ഈ ഡെലിവറി ചെയ്തുകൊണ്ടുള്ള സ്ഥിരമായി ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റങ്ങൾ, ഇത്തരം സിസ്റ്റങ്ങളിലൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം വലിയ പ്രതിസന്ധിയാവണം. ഹോസ്റ്റൽ മേഖലകൾ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ വിറകുകൊണ്ട് ഉണ്ടാക്കുക വിചാരിക്കുക, നമ്മൾ പഴയ സിസ്റ്റത്തിലേക്ക് പോവുക എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കുറേ പണി വീട്ടിലുണ്ടാവും. വിറകടുപ്പിൻ്റെ തിരിച്ചുവരവിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ട്, ലഭ്യത, കുറേ കാര്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇന്ധന പ്രതിസന്ധി പരിഹരിച്ചാലും അടുത്തത് സാധനങ്ങളുടെ വില കൂടുക എന്നുള്ളൊരു വലിയൊരു പ്രശ്നം. വില കൂടുക എന്നുള്ളതും ലഭ്യതക്കുറവും പ്രധാനമായിട്ടും അനുഭവിക്കേണ്ടി വരും. വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തരം ഫ്രോഡ് രാഷ്ട്രം ചെയ്തിട്ടുള്ള ഒരു വികലമായ പ്രവർത്തനത്തിൻ്റെ ദുരന്തം നമ്മുടെ അടുക്കളയിൽ വരെ നമ്മൾ ഓരോ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഓരോ സാഹചര്യങ്ങൾ കാണേണ്ടത് എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകത. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രവാസികളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഏറ്റവും കൂടുതൽ വിദേശ പണത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പല കുടുംബങ്ങളും അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ പ്രതിസന്ധി ഇപ്പോൾ തന്നെ നമുക്കറിയാം. പല ആളുകളും ഇറാനിലും മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള പല ആളുകളെയും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ സാഹചര്യങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ പല ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കുടുംബത്തൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആശ്രയം ആണല്ലോ നിലച്ചു പോകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അവരുടെ ഒരു മുന്നോട്ട് പോക്ക്, ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ആലോചനകളും പരിഹാരങ്ങളുമാണ് രാജ്യം വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് ചെയ്യാൻ കഴിയേണ്ടത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഉള്ള സംവാദങ്ങളിൽ, സമൂഹത്തോട് നൽകുന്ന വാഗ്ദാനങ്ങളിലൊക്കെ ഈ ലോകക്രമത്തിൽ വന്ന ഈ ഒരു മാറ്റത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്, എത്ര ഞങ്ങൾക്ക് അതിൽ ആലോചനയുണ്ട് എന്നതുകൂടി ഇവിടെ പറയാനുള്ള അനിവാര്യമായിട്ടുള്ളൊരു സാധനമാണ് എന്നതാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വെറുപ്പ് ഇവിടെ വളർത്തിയാൽ, ഇപ്പോൾ ഇസ്രായേൽ ഈ വെറുപ്പ് വളർത്തുന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ശത്രുവിനാണോ മാത്രമാണോ ദോഷം? അല്ല, ഇസ്രായേലിലെ ജനങ്ങളും ആത്യന്തികമായി പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതവും ദുസ്സഹമാകുന്നു. എപ്പോഴും നമുക്കൊരു ശത്രുവിനെ സൃഷ്ടിച്ചാൽ ആ ശത്രു അല്ല അപകടത്തിൽപ്പെടുന്നത്, ആ ശത്രു അപകടപ്പെടുന്നുണ്ടാവും. പക്ഷേ ഒരളവിൽ ശത്രുത വയ്ക്കുന്ന നമ്മൾക്കും ആത്യന്തികമായിട്ട് ഇത് അപകടത്തിലേക്ക് എത്തുന്നതാണ്. അതാണ് സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ, അതുപോലെ ഇതേപോലെയുള്ള ഇത്തരം വംശീയ പൊളിറ്റിക്സുകൾക്കെതിരെയൊക്കെ ശക്തമായി ലോക മനസാക്ഷി തിരിഞ്ഞു നിൽക്കണം. കാരണം ഫലസ്തീനയിലല്ലേ, എവിടെയല്ലേ എന്തു പറഞ്ഞാലും ഫലസ്തീനിയെ ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ മനുഷ്യരുടെ സുരക്ഷിതത്വത്തിനെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇറാനെ ഇങ്ങനെ നേരിട്ട് പോയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന അവരുടെ സുരക്ഷിതത്വത്തെയാണ് ആക്രമിക്കുന്നത്. അത് കുറച്ചുകൂടി പ്രകടമായി കണ്ട ഒരു സമയമാണ് ഈ ഒരു വാർ എന്നുള്ള നമുക്ക് മനസ്സിലാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ വിഷയത്തിൽ കുറേ ഹോർമോസ് വിഷയത്തിലൊക്കെ വലിയ വലിയ ആശങ്കകൾ രേഖപ്പെടുത്തുന്നിടത്ത് കാര്യങ്ങൾ എത്തുകയുണ്ടായല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സമാധാനം ആര് കെടുത്തുന്നുവോ
അവരുടേതു കൂടിയാണ് സമാധാനം കെടുന്നത്, അവരുടെ സമാധാനം കൂടിയാണ് അവിടെ അസ്തമിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ ഒരു ആഗോള വാറിൻ്റെ പശ്ചാത്തലത്തിലുള്ള പിന്നെ സാഹചര്യങ്ങളാവട്ടെ, നമ്മുടെ പൊളിറ്റിക്സിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ വിവിധ നടക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാവട്ടെ, ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ വ്യക്തിത്വം, സമൂഹത്തിൻ്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്ക്, മതനിരപേക്ഷ മൂല്യങ്ങളിലെ, നവോത്ഥാന മൂല്യങ്ങളിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. ഇതൊന്നുമില്ലാത്ത വിഭജനവും ശത്രുതയൊക്കെ വളർത്താൻ ശ്രമിച്ചാൽ അത് ശത്രുവിനെ മാത്രമല്ല നമ്മളെ കൂടി, സമൂഹത്തെ മുഴുവനും ആത്യന്തികമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഈ സമയത്ത് ഡീകോഡിന് മുന്നോട്ട് വെക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പം ഇന്ത്യയുടെ ഈ ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ യുദ്ധവും ഇന്ത്യയും എങ്ങനെ പരസ്പരം ബാധിക്കും എന്നുള്ളത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എണ്ണയിലെ ഇനി വരാൻ പോകുന്ന വിലവർധനവോ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യതക്കുറവൊക്കെ എന്ന് പറയുന്നത്. പ്രധാനമായും രാജ്യത്ത് മൊത്തത്തിലുള്ള എണ്ണ ആവശ്യത്തിൻ്റെ 80-85% ഇറക്കുമതിയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അതിൽ തന്നെ പകുതിയോളം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഹോർമുസ് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലുണ്ടാവുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. നിലവിൽ അതിൻ്റെ ലഭ്യതക്കുറവും അതിൻ്റെ വിലവർധനവൊക്കെ മുന്നോട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ പരിഹാരത്തിലേക്ക് കണ്ടെത്തേണ്ട വ്യത്യസ്തമായ ഒരു വലിയ എന്തോ ഒരു സാമ്പത്തികമായി നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ ആലോചനകളാണ് അവിടെ സംഭവിക്കേണ്ടത്. അതിൻ്റെ കുറവ് നമുക്ക് നേരിടേണ്ടി വന്നാൽ അത് രാജ്യം അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പം തീർച്ചയായും ജനാധിപത്യ രാജ്യത്ത് ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സംവിധാനം വളരെ ക്രിയാത്മകമായി ചലിക്കേണ്ട, ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമുക്ക് റിസാലയിലൂടെ ഇങ്ങനെ ഈ ഒരു ലക്കം വായിക്കുമ്പോൾ മനസ്സിലാവും.